പിന്നെ ലൈഫിൽ എങ്ങനെ ഡിസിപ്ലിൻ ആവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ കാര്യം നമ്മളിങ്ങനെ നമ്മുടെ ശരീരം തന്നെ നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ ഡെയിലി 5 മണിക്ക് എഴുന്നേൽക്കുമെന്ന് വെച്ചോ തുടക്കത്തിൽ. പിന്നെ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അലാറം പോലും വെക്കാതെ തന്നെ ഞാൻ ആ ഒരു സമയത്ത് എഴുന്നേൽക്കാൻ തുടങ്ങും. ഇപ്പോൾ ഡിസിപ്ലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. അത് കുറേ നാൾ കൂടി നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് മാറും. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ രാവിലെ വെള്ളം കുടിക്കും, അതിനുശേഷം ഞാൻ വാഷ്റൂമിൽ പോകും, അതിനുശേഷം ഞാൻ വർക്കൗട്ടിന് ഇത്ര സമയം ഞാൻ മാറ്റിവെക്കും, അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര സമയം ഞാൻ മാറ്റിവെക്കും, ഓഫീസ്. അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രക്ചറാക്കി കൊടുക്കുക അതിന്. അപ്പം നമ്മൾ 21 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പാറ്റേണിലേക്ക് വരും. ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലൂപ്പിൽ ഇങ്ങനെ കയറും. ഈ രീതിയിലാണ് നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ഡിസിപ്ലിൻ ലൈഫ് കുറച്ചുകൂടെ നല്ലതാണ്. നമുക്കൊരു അടുക്കും ചിട്ടയൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യത ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. പിന്നെ പണ്ടൊക്കെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആർമിയിലുള്ളവർക്ക് മാത്രമാണ് ഡിസിപ്ലിനായിട്ട് ആർമി ചിട്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. പക്ഷേ ആർമി അല്ല, സാധാരണക്കാരൻ്റെ ലൈഫിൽ ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേ, നമ്മുടെ ലൈഫിന് തന്നെ ഒരു മാറ്റം ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവും ലൈഫിൽ. പിന്നെ ഈ ക്ലാരിറ്റി എന്ന് പറയുന്നതും മറ്റുള്ളവരിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റിവിറ്റിയും കൂടിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നൊരു വാക്കിന് പോലും നമുക്ക് കൃത്യത ഉണ്ടാവും. അപ്പം ലൈഫിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പം ചെയ്യാൻ പറ്റുന്നവർ ഡിസിപ്ലിൻഡ് ആകാൻ വേണ്ടി നോക്കുക. ചെറിയ തുടക്കമാണ്, അതായത് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കാൻ തുടങ്ങും. അപ്പം ഫസ്റ്റ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ട്രൈ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ വിട്ടേക്കുക. പക്ഷേ ട്രൈ ചെയ്ത് നോക്കുക, ഡിസിപ്ലിൻ ആകാൻ പറ്റുമെന്നാണെങ്കിൽ നല്ലതാണ്.